ഇന്ന് ജൂൺ 19 വായനാ ദിനമാണ്. 1996 മുതൽ കേരള സർക്കാർ ഈ ദിവസം വായനാ ദിനമായി ആചരിക്കുന്നുണ്ട്. 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച കാലം വായനാ വാരമായി കേരള വിദ്യാഭ്യാസ വകുപ്പും ആചരിക്കുന്നുണ്ട്. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന PN പണിക്കരുടെ ചരമദിനമാണ് ഈ ദിവസമായി ആചരിക്കുന്നത്. സ്കൂളുകളിലൊക്കെ റീഡിംഗ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി IT ക്ലബ്ബുകളും റീഡിംഗ് ക്ലബ്ബുകളും ഇലക്ട്രോണിക് ക്ലബ്ബുകളുമൊക്കെ ആരംഭിക്കുന്നതിന് വേണ്ടി ഈ സമയം വിനിയോഗിക്കുന്നുണ്ട്. 2017 മുതൽ ഈ ദിവസം ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നുണ്ട്. PN പണിക്കർ എന്ന ആ മഹാപ്രസ്ഥാനം വീട് വീടാന്തരം കൂട്ടുകാർക്കൊപ്പം കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ച് സ്വന്തം നാട്ടിൽ സനാതനധർമ്മം എന്ന ഗ്രന്ഥശാല ആരംഭിച്ചുകൊണ്ടാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന വലിയ ആശയം കുട്ടികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു. 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം അദ്ദേഹം സംഘടിപ്പിച്ചു. 1947 ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്യുകയും 1949 തിരുകൊച്ചി ഗ്രന്ഥശാല സംഘം എന്ന പേരിൽ അറിയപ്പെടുകയും 1958 ഈ പറഞ്ഞ പ്രസ്ഥാനം കേരള ഗ്രന്ഥശാല സംഘമായി അറിയപ്പെടുകയും ചെയ്തു. ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനായി വളരെയേറെ പ്രയത്നിക്കുകയും ചെയ്തു. വായന ഏറ്റവും നല്ല ഒരു ശീലമാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു വാക്ക് ഇങ്ങനെയാണ്: വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. പരിശുദ്ധമായ ഖുർആനിൻ്റെ ആദ്യത്തെ വചനം തന്നെ, ആദ്യമായി മുഹമ്മദ് നബിയുടെ മേൽ ഇറങ്ങുന്ന വാക്ക് തന്നെ ഇഖ്റ, വായിക്കുക എന്നാണ്. വായന ഏറ്റവും വലിയൊരു വിപ്ലവമാണ്. സമൂഹത്തിൽ സമൂലമാറ്റം ഉണ്ടാക്കുന്ന വലിയ ഒരു വിപ്ലവത്തിൻ്റെ തുടക്കമാണ് വായന. വായന ശീലമാക്കുക. വായനാ ദിനാശംസകൾ നേരുന്നു.